him after a gap of 1 week. നമ്മൾ വായിച്ച സംഘത്തിലേക്ക് കടന്നു വരാം. കഥാദാസന്മാർ നമ്മുടെ മധ്യ ഉണ്ടല്ലോ. ദൈവത്തിന്റെ വചനം സംസാരിക്കേണ്ടത് പെട്ടെന്ന് ചില ചിന്തകൾ ചിന്തിച്ചിട്ട് നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. So let us go quickly into the psalm that we've just read. The other servants of God are here, so let's have a quick meditation of the psalm that we've read. ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Can someone read verses 1 and 2, please? ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു. ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. Preserve me, O God, for in you I put my trust. O my soul, you have said to the Lord, you are my Lord. My goodness is nothing apart from you. ഇവിടെ ദാവീദിന്റെ ഒരു സംഗീതത്തിന്റെ ഹെഡിങ് കാണുവാനിടയായി തീരും. ജീവന്റെ സന്തോഷത്തിന്റെ മാർഗങ്ങളെ പറ്റി ദാവീദ് ഹല്ലേലൂയ ഇവിടെ എഴുതിയിരിക്കുകയാണ്. Here we can see that this is a psalm of David, and this is a hopeful song telling of the hope in life that is available with God. ദാവീദ് ദിവസത്തിലേക്ക് അടുത്തുവരെ പറയുകയാണ്, നീ എൻ്റെ സങ്കേതമാകും, നീ എനിക്ക് ശരണമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നീ എന്നെ കാത്തുകൊള്ളണമെന്ന് സങ്കീർത്തനക്കാരൻ ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. Here the psalmist prays to the Lord to preserve him because he has put his trust, his faith in the Lord. രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുവാനിടയായി തീരും, ഞാൻ ദൈവത്തോട് പറയുന്നത്, ദാവീദ് പറയുകയാണ്, നീ എൻ്റെ കർത്താവാകും, നീ എനിക്ക് ഒഴികെ ഒരു നന്മയില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മയ്ക്ക് ഉത്തരവാദി യേശു കർത്താവ് മാത്രമാണ്. Coming to verse 2, David says to the Lord, you are my Lord, my goodness is nothing apart from you. If we look into our own lives, we can see that every good thing and blessing that the Lord has given us has come from the Lord. ലോക മനുഷ്യരുടെ ജീവിതത്തിൽ പല നന്മകളും അനുഗ്രഹങ്ങളും കടന്നു വരുമ്പോൾ ലോകത്തിലെ പല ദൈവങ്ങളുടെ പേര് പറയാറുണ്ട്. ഹല്ലേലൂയ. കർത്താദാസൻ നാട്ടിൽ നിന്ന് കടന്നു വന്ന് പറയുവാനിടയായി തീർന്നു. ചില ദൈവങ്ങളുടെ ഹല്ലേലൂയ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി ചില ആൾക്കാർ കയ്യിലും ഹല്ലേലൂയ കൊണ്ടുവന്ന് എല്ലാവരും കാണത്തക്കവണ്ണം അവർ കൊണ്ടുവരുകയും അതിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് പറയുവാനിടയായി തീർന്നു. So when a worldly man gets a blessing, he will often ascribe it to one of the many gods that he worshipped. And as a servant of God was telling me, sometimes people make small figures of their favorite gods and they will hold it in their hand and pray to it. എന്നാൽ ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഓരോ നന്മകളെ ഓർക്കുമ്പോൾ, അല്ലെ നമ്മുടെ ജീവിതത്തിൽ കൺമുൻപിൽ കാണുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ദൈവത്തെ സ്തുതിപ്പാനിടയായി തീരണം. But we as children of God, when we bring into remembrance all the good things and the blessings that the Lord has given us, then we must praise and worship the Lord. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദാവീദിനെ സിംഹത്തിന്റെ ഹല്ലേലൂയ സിംഹാസനത്തിൽ കൊണ്ടിരുത്തിയത് ദൈവമായ കർത്താവാണ്. അവരുടെ ജീവിതത്തിലെ ഓരോ നന്മകളും കടന്നു വന്നപ്പോൾ അല്ലെ അവൻ ദൈവത്തിൽ താഴ്ന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീർന്നു. It was the Lord God himself who raised up David from nothingness to the throne of Israel, and when he came to that throne, he praised and worshipped the Lord who had blessed him. എൻ്റെ ആറാമത്തെ വാക്യം വായിക്കാം. Let's go to verse 6, please. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. The lines have fallen to me in pleasant places. Yes, I have a good inheritance. ഇന്ന് പലക്കാലം നമ്മൾ അല്പനേരം ചിന്തിക്കാൻ പോകുന്നത് അളവ് നൂലിനെ പറ്റിയാണ്. അളക്കുന്ന നൂലാണ് അളവ് നൂല്. അതെവിടെയാണ് വീണിരിക്കുന്നത്? മലർന്ന് പറഞ്ഞേ, മനോഹര ദേശത്ത് വീണിരിക്കുകയാണ്. Today we are going to meditate on the concept of a measuring line or a surveyor's line, and here we see that it has fallen to us in pleasant places. ഓരോ സ്ഥലങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ സർവേയർ വന്നിട്ട് അളന്ന് തിരിച്ച് നമുക്കുള്ള നന്മകളും അവകാശങ്ങളും വേർതിരിക്കാറുണ്ട്. When we buy a plot of land, oftentimes a surveyor comes along and measures the plot and gives it to us. അതുപോലെ ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ചില അവകാശങ്ങളും നന്മകളും നമുക്ക് വേണ്ടി അളർന്ന് തിരിച്ച് മാറ്റാറുണ്ട്. And just like that, God will measure out certain amount of blessings for us and separates us for the use of his children. അത് നമ്മുടെ സമയത്തിനല്ല, ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം നമ്മുടെ കരങ്ങളിൽ എത്തിക്കുവാനിടയായി തീരും. And this will be given to us not according to our timeline, but rather according to the Lord's timeline. ആ സമയം വരെ നമ്മൾ ദൈവസ്ഥലിൽ ഇരിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടി യാഗിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന്റെ തക്ക സമയമാകുമ്പോൾ നമ്മുടെ കരങ്ങളിലെത്തുവാനിടയായി തീരും. But if we pray to the Lord and wait on him with prayer and fasting, then it will come to us at the appointed time. ദാവീദ് പറയുകയാണ്, എനിക്ക് വേണ്ടി അളവ് നൂൽ എവിടെയാണ് വീണിരിക്കുന്നത്? മനോഹരമായ നല്ലൊരു ദേശം, പാഴ് ശൂന്യമായ ദേശമല്ല, ദൈവം കൽപ്പിച്ചാക്കിയ നല്ലൊരു ദേശത്ത് എനിക്ക് വേണ്ടി ദൈവം ചിലത് അളന്നു മാറ്റി വെച്ചിട്ടുണ്ട്. Here King David is saying that the measuring line has fallen to him in pleasant places, in places that he has been promised by the Lord. ഇസ്രായേൽ മക്കൾ 12 ഗോത്രത്തെ ഇറങ്ങി തിരിച്ചിട്ട് കനാൻ നാട്ടിലെത്തിയപ്പോൾ യോശുവ എന്നറിയാമോ, ഓരോ ഗോത്രക്കും വേണ്ടിയ ഹല്ലേലൂയ ഓരോ സ്ഥലങ്ങൾ ഏരിയകൾ അളന്ന് തിരിച്ച് അവർ കൊടുക്കുവാനിടയായി തീർന്നു. As the children of Israel reached the land of Canaan, then their leader Joshua apportioned the land for them according to the 12 tribes. ഈ ദേശത്തിലെ ഈ ലോകത്തിലെ ദേശങ്ങളൊക്കെയും നശ്വരമാണ്, തീക്കായി സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. എന്നാൽ ഇളകാത്ത ഒരു രാജ്യവും ഒരു ദേശവുമുണ്ട്. അതിനുവേണ്ടിയാണ് വിശുദ്ധന്മാർ നോക്കി പാർത്തത്. അത് സ്വർഗീയ കനാനാണ്.
The land that you see around us is kept for the fire one day, but the land that is yet to come, it is a permanent land, and that is kept for the use of the saints. നമുക്ക് ചില വാക്കുകൾ വായിക്കാം. യോബിന്റെ പുസ്തകം 38 അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let's go to Job chapter 38 verses 4 and 5, please. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. അതിൻ്റെ അളവ് നിയമിച്ചവനാര്? നീ അറിയുന്നുവോ? അല്ല, അതിന് അളവ് നൂൽ പിടിച്ചവനാര്? Where were you when I laid the foundations of the earth? Tell me if you have understanding. Who determined its measurements? Surely you know. Or who stretched the line upon it? യോബിൻ്റെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ കടന്നു വന്നപ്പോൾ യോബും ദൈവവുമായിട്ട് അനേക കാര്യങ്ങൾ സംസാരിക്കുവാൻ തുടങ്ങി. കുറേ സമയം ദൈവം മിണ്ടാതിരുന്ന് കഴിഞ്ഞിട്ട് അത് സമയത്ത് ദൈവം സംസാരിക്കാൻ തുറന്നു കഴിഞ്ഞിട്ട് ഇവിടെ ചോദിക്കുകയാണ്, നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ ഉണ്ടായിരുന്നോ എന്ന്. When Job went through many trials and tribulations, he asked the Lord many questions. The Lord kept silent for a while, but then the Lord responded. And one of the questions he asked was, where were you when I laid the foundations of the earth? അടുത്ത ചോദ്യം ചോദിക്കാൻ അതിന് അളവ് തിരിച്ചത് ആരാണ്? And then he asked, who determined its measurements? അതിന് അളവ് നൂൽ പിടിച്ചപ്പോൾ നീ ഉണ്ടായിരുന്നോ? നിനക്കറിയാമോ? ഹല്ലേലൂയ. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചിടുന്നതാണ് നമ്മുടെ ദൈവമായ കർത്താവ്. നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെക്കുന്ന ദൈവമാണ്. And then the Lord asked, or who stretched the line upon it? And our Lord whom we worship is the Lord who overturns counsel without knowledge and then brings his choicest blessings to his kids. അവസാനം അനേക ചോദ്യങ്ങൾ ചോദിച്ചിട്ട് യോബ് ദൈവസന്നിധിയിൽ മൗനമായിരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് പൽക്കാലം അനേക ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉയർത്തി കാട്ടിയേക്ക്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു, എൻ്റെ കുടുംബത്തിൽ എന്ത് സംഭവിക്കുന്നു, തലമുറയിൽ എന്ത് സംഭവിക്കുന്നു ഒക്കെ അനേക ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചേക്കാം. എന്നാൽ ഹല്ലേലൂയ, ദൈവം നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയുവാൻ നമുക്ക് പറ്റത്തില്ല. And when the Lord started asking Job these questions, he began to be silent. And we might ask similar questions ourselves in our lives. Lord, why has this happened to me? Why has this happened in my life? And why has this happened in the life of my children? But when the Lord starts speaking to us, then we will have an occasion to be silent. ഇന്ന് പൽക്കാലം നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് മൗനമായിരുന്നു ദൈവസ്ഥലിൽ ജാഗരിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അളവ് നൂല് മനോഹര ദേശം നമുക്ക് ഇടുവാനിടയായി തീരും. But if you stay silent before the Lord and pray to him with prayer and fasting, then when the Lord will make sure that the line will fall to us in pleasant places. സഖറിയാവിന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's go to Zechariah chapter 1 verse 16, please. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ കരുണയോടെ യെരൂശലേമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എൻ്റെ ആലയം അതിൽ പണിയും, യെരൂശലേമിന്മേൽ അളവ് നൂൽ പിടിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. Therefore thus says the Lord, I am returning to Jerusalem with mercy. My house shall be built in it, says the Lord of hosts, and a surveyor's line shall be stretched out over Jerusalem. വർഷങ്ങൾക്ക് മുമ്പ് സഖറിയ പ്രവാചകൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാണ് ഇവിടെ ദൈവത്തിന് ആത്മാവ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് കരുണയോടെ യെരൂശലേമിലേക്ക് തിരിയുവാനിടയായി തീരും. Here we have read from the book of Zechariah, which was written hundreds of years ago, and here the Lord says through Zechariah, I am returning to Jerusalem with mercy. യഹൂദന്മാർ പാപം ചെയ്ത് ദൈവസന്നിധി വിട്ടത് മുഖാന്തരം അവർ ദേവാലയം നശിക്കപ്പെടുവാൻ ഇടിക്കുവാനിടയായി തീർന്നു. എന്നാൽ പ്രവചനാത്മാവ് ഇതുവരെ സംഭവിക്കാത്ത ഒരു കാര്യമാണ്. അവർക്ക് വേണ്ടി ദൈവമായ കർത്താവ് എന്നറിയാമോ, അളന്ന് തിരിച്ച് അവർക്ക് വേണ്ടി യെരൂശലേമിൽ ഒരു ആലയം പണിയുവാനിടയായി തീരും. Here we see that the Jews sinned against the Lord, and as a punishment for that, their temple was taken away. But Zechariah, writing prophetically, says that the house of the Lord shall be built once again in Jerusalem, and the surveyor's line shall be stretched out over Jerusalem. ലോക മനുഷ്യർ പറഞ്ഞാൽ പലപ്പോഴും ചിലപ്പോൾ നടന്നേക്കാം, 99% നടക്കത്തില്ല. എന്നാൽ ഇവിടെ പറയുന്ന അറിയാമോ, സാധാരണ വ്യക്തിയല്ല, സൈന്യങ്ങളുടെ യഹോവയാണ്. ആ സൈന്യങ്ങളെ യഹോവ എന്നോടും നിങ്ങളോടും എന്തെങ്കിലും അരുളപ്പാട് ഹല്ലേലൂയ അരുളി ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ വാഗ്ദത്തം ചെയ്യുവാൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ ഇന്ന് പൽക്കാലം നമ്മൾ മുറുകെ പിടിക്കുവാനിടയായി തീരണം. If a worldly man promises you something, it may or may not come to pass. But when the Lord of hosts promises you something, he is faithful to make it to come to pass. ഹല്ലേലൂയ. അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ഊവേ എന്നാണ്. അതിനൊരിക്കലും മാറ്റമില്ല. കാലങ്ങളോ വർഷങ്ങളോ മാസങ്ങളോ ദിവസങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയേക്കാം. എന്നാൽ ദൈവത്തിന്റെ സമയമാകുമ്പോൾ ഹല്ലേലൂയ യെരൂശലേമിനെ പറ്റി പറഞ്ഞതുപോലെ
അവിടെ ദേവാലയം പൊങ്ങുവാനിടയായി തീരും. If the Lord has promised you something, no matter how long the time has passed, even if ages and eons have passed, He is faithful to keep His promises. And if the Lord has said this about Jerusalem, then He will build a house there. സക്കറിയാ പുസ്തകം 2-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let's go to Zechariah chapter 2 verses 1 to 2, please. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവ് നൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, ഞാൻ യെരൂശലേമിനെ അളന്ന് അതിൻ്റെ വീതി എന്തെന്നും നീളം എന്തെന്നും നോക്കുവാൻ പോകുന്നു എന്ന് എന്നോട് പറഞ്ഞു. Then I raised my eyes and looked, and behold, a man with a measuring line in his hand. So I said, Where are you going? And he said to me, To measure Jerusalem, to see what is its width and what is its length. ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് യെരൂശലേമിലെ അളന്നതുപോലെ ദൈവം നമ്മളെ ഒന്ന് അളന്നു നോക്കും. ബെൽസസറിനെ തൂക്കി നോക്കുവാനിടയായി തീർന്നു. മേനെ മേനെ തെക്കേൽ ഉർഫാസി, നിന്നെ ഞാൻ തൂക്കി നോക്കി കുറവുള്ളവനായി കാണുവാനിടയായി തീർന്നു. പ്രൈസ് അവനെ മുട്ടും ഏപ്പും ആടുവാനിടയായി തീർന്നു. അതുപോലെ നമ്മളെ ദൈവമായ കർത്താവ് എന്നറിയാമോ, ഹല്ലേലൂയ, അളവ് നൂല് പിടിച്ചിരുന്ന് അളക്കും. നമ്മൾ ദൈവസ്ഥനിലാണോ അതോ ദൈവത്തിൻ്റെ വഴി വിട്ടാണോ ഓടുന്നതെന്ന് അളക്കുവാനിടയായി തീരും. Here the Lord is reminding us, just as He has measured Jerusalem the city, He is measuring each of us. One day He measured King Belshazzar and He found him wanting, and He wrote Mene Mene Tekel Upharsin. And just like that, the Lord is measuring each of us to see what path we are taking, to see if it is His path or the one that we have chosen for ourselves. സക്കറിയാ പ്രവാചകൻ തലപൊക്കി നോക്കിയപ്പോൾ ഒരു ദൂതൻ വന്ന് പറയുകയാണ്, ഹല്ലേലൂയ, അവൻ്റെ കയ്യിൽ എന്തുകൊണ്ട് അളവ് നൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കാണുവാനിടയായി തീർന്നു. നീ എവിടേക്ക് പോകുന്നു ചോദിച്ചു പറഞ്ഞു, യെരൂശലേമിൻ്റെ വീതിയിലേക്ക് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ ചെന്നിട്ട് അറിയാമോ, അതിൻ്റെ നീളവും വീതിയും ഒന്ന് പിടിക്കുവാനിടയായി തീരും. Here the prophet Zechariah saw an angel with a measuring line in his hand, and he asked him, What are you doing with it? And where are you going? And then the angel responded, I'm going to measure Jerusalem to see its width and to see its length. ഇന്ന് പലകാലം ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മുടെ മധ്യേ വന്ന് അളവ് നൂലുമായി നിൽക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ എന്തും മാത്രം, ഹല്ലേലൂയ, ദൈവത്തോട് അടുത്തിരിക്കുന്ന പലകാലം ചിന്തിപ്പാനിടയായി തീരണം. ആരെങ്കിലും ദൈവത്തിൻ്റെ വഴി വിട്ട് പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ, അകലം വിട്ട് പോകുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഈ ദിവസങ്ങൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിപ്പാനിടയായി തീരണം. കർത്താവേ, ഞാൻ നിന്നോട് അടുത്ത് വരുന്ന കർത്താവേ എന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീരണം. Today, as the angels of the Lord are measuring us, let us examine ourselves. Let us examine where we are going, and if we are backsliding away from the Lord, and if we are, let us confess our sins and come close to the Lord once again. ഹല്ലേലൂയ. വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാനിടയായി തീരും. അളവ് നൂൽ എനിക്ക് പിടിച്ചതിന് ശേഷം ഇവിടെ നിന്നറിയാമോ, നല്ലൊരു മനോഹര ദേശം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. And coming back to the verse that we've just read, we are reminded that the measuring line has fallen to us in pleasant places, and it reminds us that the Lord has prepared a pleasant place for us. ഈ ലോകത്തിൽ നമ്മൾ എവിടെ സഞ്ചരിച്ചാലും, ഹല്ലേലൂയ, എന്തെങ്കിലും കുറവുകൾ കുറ്റങ്ങൾ കാണുവാനിടയായി തീരും. എന്നാൽ സ്വർഗീയ യെരൂശലേമിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ, അവിടെ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നിനും കുറവില്ല. ഹല്ലേലൂയ. അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രാജാതി രാജാവ് കർത്താതി കർത്താവാണ്. ഹല്ലേലൂയ. ആ ദൈവം ഇരിക്കുമ്പോൾ അവന് മുൻപാകെ ഒന്നിനും കുറവില്ല. വാക്കിനാൽ നിർമ്മിക്കപ്പെട്ട സകല കാര്യങ്ങളും അവിടെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. If you travel to any place on earth, you will see some sort of shortcomings or blemishes. But if you go to the heavenly Jerusalem, because the heavenly Father resides there, it is without blemish and without shortcomings, and it has been prepared for the saints. ആ രാജ്യത്തിൽ പോകുവാൻ ഇതുവരെ ആരെങ്കിലും ഒരുങ്ങിയിട്ടില്ല എങ്കിൽ നമ്മൾ കാലം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ, ആ വിശുദ്ധ സ്വർഗനാട്ടിൽ എനിക്കും അവകാശം നേടുവാൻ നല്ലൊരു അവകാശം ആ സ്വർഗീയ രാജ്യത്തിൽ എനിക്ക് ലഭിക്കണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി തീരണം. And if any of you are not yet prepared to get that heavenly inheritance from the Lord, then pray to the Lord, Lord, give me an inheritance in your heavenly places. 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നത്, എനിക്ക് ബുദ്ധി ഉപദേശിച്ച യഹോവയെ ഞാൻ വാഴ്ത്തുമെന്ന്. In verse 7 we read, I will bless the Lord who has given me counsel. രാജാവാകുമ്പോൾ മന്ത്രിസഭയിൽ അനേകം ആൾക്കാർക്ക് തനിക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനുണ്ട്. എന്നാൽ ദാവീദ് പറയുകയാണ്, രാത്രിയുടെ യാമങ്ങൾ കിടന്നുറങ്ങുമ്പോൾ, ഹല്ലേലൂയ, എന്നെ, ഹല്ലേലൂയ, ജനങ്ങളെ നയിക്കുവാൻ, അടുത്ത ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യുവാൻ എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്ന
ദൈവത്തിൻ്റെ ഒരു ആത്മാവ് എനിക്കുണ്ട് എന്ന്. As a king, David has access to good counsel through his cabinet, but he also tells us that there is a Lord who gives him counsel as he sleeps in his bed. മനുഷ്യൻ ബുദ്ധി ഉപദേശിക്കുന്ന പോലെയല്ല ഹല്ലേലൂയ ദൈവമായ കർത്താവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യൻ ബുദ്ധി ഉപദേശിച്ചാൽ പലപ്പോഴും തെറ്റിപ്പോയേക്കാം. എന്നാൽ ദൈവം നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നാലുണ്ടല്ലോ, അത് നേരായ റൈറ്റ് പാത്തിലൂടെ നമുക്ക് കടന്നു പോകുവാനിടയായി തീരും. God's counsel is never like man's counsel. Man's counsel can go wrong, but God's counsel will always lead us along the right path. നമുക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത ചില വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോൾ, നമ്മുടെ ദൈവസ്ഥലം മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ബുദ്ധി പറഞ്ഞ് ആലോചന പറഞ്ഞ് ആ ദൈവമായ കർത്താവ് കഴിഞ്ഞ നാൾ എന്നെ വഴി നടത്തിയിട്ടുണ്ട്, അവരുടെ പാതപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആ ദൈവമായ കർത്താവ് രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി ബുദ്ധി പറഞ്ഞ് നമ്മളെ വഴി നടത്തുവാൻ അവർ സർവശക്തനായ ദൈവമാണ്. And when we are faced with insurmountable problems, then the Lord will give us ideas and methods to solve it. And this might come to us even in the middle of the night when we sleep in His presence. ഇവിടെ വായിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യഹോവയെ ഞാൻ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. ഹല്ലേലൂയ. Here the psalmist says that he has set the Lord always before him, and because of that he will not be moved. ഇന്ന് പല കാലം ദൈവമായ കർത്താവിനെ പുറകിലോ സൈഡിലോ വീട്ടിലോ ഫോട്ടോയിലോ ഒന്നും വെക്കുവാനല്ല, നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കർത്താവ് ഉണ്ടായിരിക്കണം. നമ്മൾ പോകുന്നിടത്ത് വരുന്നിടത്ത് എവിടെയും അവൻ്റെ സാന്നിധ്യമുണ്ട്. 2-3 പേർ കൂടി ആരാധിക്കുന്ന മധ്യത്തിൽ അവൻ്റെ സാന്നിധ്യം ഇറങ്ങി വരാമെന്നാണ് ദൈവമായ കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. Today let the Lord's presence be with you, not just as a figure in your home, but rather in your heart. And He has promised us, if 2 or 3 are gathered in my name, I will be with them. Praise the Lord. Hallelujah. പ്രവചനാത്മാവിൽ നേരത്തെ പറഞ്ഞ് യെരുശലേമിനെ പറ്റി പണിയും ഇതുവരെ നടന്നിട്ടില്ല, നടക്കാൻ പോകുന്ന കാര്യമാണ്. എന്നാൽ നടന്ന കാര്യമാണ് 10ാമത്തെ വാക്യത്തിൽ വായിക്കും, നമുക്ക് വായിക്കാം. Speaking prophetically, the rebuilding of the temple in Jerusalem has not happened yet, but let us examine something that has already happened. Let's go to verse 10, please. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. For you will not leave my soul in Sheol, nor will you allow your Holy One to see corruption. ഇതൊരു മശിഹ സങ്കീർത്തനം കൂടെയാണ്. ഹല്ലേലൂയ. യേശു മരിച്ചു അടക്കപ്പെട്ടു, 3-ാം നാൾ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. അതാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ പ്രാണനെ പാതാളത്തിലേക്ക് വിടത്തില്ല, എൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കത്തില്ല. യേശുവിൻ്റെ ബോഡി അല്ലെങ്കിൽ ദ്രവിച്ചു പോകുവാൻ സമ്മതിക്കാതെ രൂപാന്തരം പ്രാപിക്കുവാനിടയായി തീർന്നു. And this psalm is also a messianic psalm, and here we are reminded of the death, the burial and the resurrection of Jesus Christ. And verse 10 we read, for you will not leave my soul in Sheol, nor will you allow your Holy One to see corruption. The fleshly body of Jesus was never subject to corruption, but rather it was transformed into a spiritual body. അടുത്ത വാക്യത്തിൽ വായിക്കുന്ന ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. And the next line we read, you will show me the path of life. ദൈവം കാണിച്ചു തരുന്ന വഴിക്ക് എന്താണെന്ന് അറിയാമോ? ഒരു ജീവനും ചൈതന്യമുണ്ട്. മരിച്ച വഴിയല്ല, ശൂന്യമായിട്ടുള്ള വഴിയല്ല. ദൈവം കാണിച്ചു തരുന്ന വഴി എന്നറിയാമോ? ചൈതന്യമുള്ള വഴിയാണ്, ജീവനുള്ള വഴിയാണ്. നമ്മൾ ആ വഴിയിലൂടെ നടന്നാൽ നമുക്ക് ജീവൻ പ്രാപിക്കുവാനിടയായി തീരും. Every path that the Lord shows us is a path of life, and if we follow that path scrupulously, then we will attain heavenly life. നമുക്ക് നടക്കുവാൻ വഴിയാത്ത ഇടുങ്ങിയ വഴി ഉണ്ടായിരിക്കാം, ദുർഘടമേളിലുണ്ടായിരിക്കാം. ആ വഴിയിലൊക്കെ നടക്കുമ്പോൾ ദൈവസ്ഥലം നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ വഴിയിൽ ദൈവം ഇത്രത്തോളം അതിശയമായി എന്നെ നിങ്ങളെ നടത്തിയെങ്കിൽ ഇനി നടത്തുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. We might encounter narrow passes, we might encounter difficult places, but if we keep our faith to the Lord, then He is faithful enough to help us move forward even in these difficult times. ദൈവസ്ഥലിൽ പിറുപിറുക്കാതെ പുറകോട്ട് പോകാതെ കൈപ്പിന്റെ വാക്കുകൾ പറയാതെ ദൈവസ്ഥലിൽ ദൈവത്തിന്റെ വചനം ഉച്ചരിക്കുന്നുവെങ്കിൽ സംസാരിക്കുന്നുവെങ്കിൽ ആ വഴിയിലൂടെ ജീവൻ പകർന്ന് അതിശയമായി നിന്നെ അക്കരെ സ്വർഗീയ കനാൻ നാട്ടിലെത്തുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. The Lord is faithful enough to keep you moving forward even as you go through these difficult places, if you are faithful to Him and if you move along without grumbling or complaining. അടുത്ത വായിക്കുന്ന നിന്റെ സന്നിധിയിൽ എന്തുകൊണ്ട്? സന്തോഷത്തിന്റെ പൂർണ്ണതയുണ്ട്. ഇതുപോലെ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അപൂർണതയുള്ളപ്പോൾ ദൈവസന്നിധിയിൽ എന്തുകൊണ്ട്? ഒരു പൂർണ്ണതയുണ്ട്. അതിലേക്ക് നടത്തുവാനാണ് ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. In the next line we read, in your presence is fullness of joy. If you look around yourself, you might not see anything that you can describe as full and perfect, but the only place you will find fullness is the presence of the Lord. അടുത്ത വായിക്കുന്നതിന്റെ വലത്ത് ഭാഗത്ത് ഇന്നും പ്രമോദമുണ്ട്. ലോകത്തിലെ കഷ്ടവും പ്രയാസവും സമ്മിശ്രം നിറഞ്ഞതാണ്. എന്നാൽ
സ്വർഗീയ രാജ്യത്ത് നിന്നാൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അവൻ്റെ മുഖം കണ്ട് യുഗായുഗം അവനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഇടയായി തീരും. ഒരു ദൈവത്തിൻ്റെ പ്രത്യാശ അതാണ്. എന്ന് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുഖം കണ്ട് അവനോട് ചേർന്ന് യുഗായുഗം അവനെ ആരാധിക്കുവാൻ ഇടയായി തീരുമെന്ന്. In the next line we read, at your right hand are pleasures forevermore. The life that we lead on this earth is a mixture of happiness and sadness, but when if we are faithful to the Lord, then he will give us the pleasures that are at his right hand. ഈ വചനങ്ങൾ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.